ഇന്ന് നമുക്ക് പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ തേനാരി ശ്രീരാമതീർത്ഥ ക്ഷേത്രം പരിചയപ്പെടാം. രാമലക്ഷ്മണന്മാർ ലങ്കയ്ക്ക് പോകുന്നതിനിടെ വിശ്രമിച്ച തേനരുവി എന്ന തേനാരിയിലെ ക്ഷേത്രം പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. രാമായണ മാസത്തിൽ ദിവസവും 2 നേരം രാമായണ പാരായണം ഉൾപ്പെടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. നോക്കെത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന വയലുകൾക്കും ജലാശയത്തിനും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ മനോഹര ക്ഷേത്രമാണ് തേനാരി ശ്രീരാമക്ഷേത്രം. ഐതിഹ്യ പെരുമയിലും തേനാരി ശ്രീരാമക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. രാമായണ മാസത്തിൽ ഒരുപാട് വിശ്വാസികളാണ് തേനാരി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ തേനാരിയിലാണ് തേനാരി ശ്രീരാമ തീർത്ഥക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമനും ലക്ഷ്മണനുമാണ് പ്രധാന പ്രതിഷ്ഠ. തൊട്ടടുത്തായി ഹനുമാനും ഗണപതിയും ഉപദേവതകൾ. പ്രധാന പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി കൃഷ്ണപ്പരുന്തും കല്ലിൽ കൊത്തിയ കാൽപാദങ്ങളും ഉണ്ട്. രാമലക്ഷ്മണ പ്രതിഷ്ഠയ്ക്കും കൃഷ്ണപ്പരുന്തിനും മധ്യഭാഗത്തായി തീർത്ഥക്കിണർ കാണാം. രാമമന്ത്രം മുഴങ്ങുമ്പോൾ തീർത്ഥക്കിണറിൽ കുമിളകൾ ഉയരും. കാളയുടെ രൂപത്തിലുള്ള ശില്പത്തിന്റെ വായിലൂടെ രാമതീർത്ഥത്തിൽ നിന്നുള്ള ജലം എപ്പോഴും പുറത്തേക്ക് പ്രവഹിക്കുന്നു. ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 4 അടി ഉയരത്തിലായിട്ടാണ് ക്ഷേത്രത്തിലെ തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന കാളവായിലൂടെ 365 ദിവസവും തീർത്ഥപ്രവാഹമുണ്ടാവും. ഇവിടെ സ്നാനം നടത്തുന്നത് കാശിയിൽ സ്നാനം നടത്തിയതിന് തുല്യമാണെന്നുള്ളതാണ് വിശ്വാസം. രാമലക്ഷ്മണന്മാർ സീതയെ തേടി ലങ്കയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ലക്ഷ്മണന് ദാഹമുണ്ടാവുകയും രാമൻ ഗംഗാനദിയെ പാതാളത്തിലൂടെ തേനാരിയിലേക്ക് എത്തിച്ചു എന്നുള്ളതുമാണ് ശ്രീരാമതീർത്ഥത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ഒരു പാറയുണ്ടായിരുന്നു. ഇപ്പോഴും പാറ നമുക്ക് കാണാൻ പറ്റും. ആ പാറയ്ക്ക് മേലിരുന്ന് രാമലക്ഷ്മണന്മാർ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ലക്ഷ്മണൻ വെള്ളം ദാഹിക്കുകയും അദ്ദേഹം ഒരു അമ്പ് ചെയ്ത് അവിടെ ഒരു ഉറവ കിട്ടി. അത് കുടിക്കാൻ പറ്റാത്ത ഒരു ഉറവയായിരുന്നു. അത് കാരണം അവർ വീണ്ടും നടന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തീർത്ഥത്തിന് മുന്നിലെത്തുകയും ശ്രീലക്ഷ്മണൻ രാമൻ എത്തി ശ്രീരാമചന്ദ്രസ്വാമി അദ്ദേഹം അമ്പ് ചെയ്ത് ഹിമാലയത്തിൽ നിന്ന് ഗംഗയെ പാതാളം വഴി ഇവിടേക്ക് എത്തിച്ചു. അതിനുശേഷം അവർ കുളിച്ചു വെള്ളം കുടിച്ചു റെസ്റ്റ് എടുക്കുകയുണ്ടായിരുന്നു, വിശ്രമിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം ആ സമയത്ത് അവർക്ക് ഒരു അറിയിപ്പ് കിട്ടുകയാണ് അവരുടെ അച്ഛനായ ദശരഥ മഹാരാജാവ് മരണപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹം ഉടനെ ഈ കുളത്തിൻ്റെ കരയിലിരുന്ന് അവർക്ക് ബലിതർപ്പണം ചെയ്തു. തമിഴ്നാട് അടക്കമുള്ള ക്ഷേത്രങ്ങളിലും പാലക്കാട്ടെ വിവിധ ക്ഷേത്രങ്ങളിലും എന്ത് വിശേഷമുണ്ടെങ്കിലും തേനാരിയിൽ നിന്നും തീർത്ഥം കൊണ്ടുപോകും. ഈ തീർത്ഥം കൊണ്ടുള്ള അഭിഷേകത്തോടെയാവും ആചാരങ്ങളുടെ തുടക്കം. ഒപ്പം എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം നടത്താമെന്നതും പ്രത്യേകതയാണ്. ശ്രീരാമൻ അമ്പ ചെയ്ത് ഗംഗയെ വരുത്തി ചെയ്ത ആ തീർത്ഥമാണിത്. ആ തീർത്ഥത്തിലാണ് ഗംഗാ തീർത്ഥത്തിലാണ് അവർ ഈ ബലിതർപ്പണവും കഴിച്ചത്. അതിനെ തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ട് 365 ദിവസവും ഇവിടെ ആൾക്കാർ ശ്രാദ്ധത്തിനായിട്ടും ബലിക്രിയകളൊക്കെ ആയിട്ടും മറ്റും വന്ന് തർപ്പണം ചെയ്യാറുള്ളതുകൊണ്ട് രാമചന്ദ്ര 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 മൂർത്തി ശ്രീരാമ ജയം சொல்ல சொல்ல ஓங்கிடுமே கீர்த்தி அன்பு கொண்ட மனதுடனே செய்ய வேண்டும் நேர்த்தி ஆசையோடு அருள் தருவான் அத்தனையும் பூர்த்தி രാമചന്ദ്ര 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 മൂർത്തി. രാമായണ മാസത്തോടനുബന്ധിച്ച് രാവിലെയും വൈകിട്ടും രാമായണ പാരായണം ഉൾപ്പെടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയായി ഒരുപാട് വിശ്വാസികളാണ് ഒഴുകിയെത്തുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് കൂടുതൽ. കർക്കിടക മാസത്തോടനുബന്ധിച്ചിട്ട് നമുക്കിപ്പോൾ കാലത്ത് കഞ്ഞിയുണ്ട്. സാധാരണ മറ്റേ ടിഫൻ ഉണ്ട്. കാലത്ത് ബലിതർപ്പണത്തിന് വരുന്നവർക്ക് ടിഫൻ കൊടുക്കും.
ഉച്ചയ്ക്ക് കർക്കിടക മാസമായ കാരണം ഉച്ചയ്ക്ക് കഞ്ഞി വിതരണമുണ്ട്. എല്ലാവർക്കും കൊടുക്കണം. ചിലപ്പോൾ എണ്ണോ ഇത് തൂക്കമോ നോക്കിയിട്ടല്ല, എത്ര ആൾ വരും അത്ര ആൾക്കും കൊടുത്തോളൂ. കഴിഞ്ഞു പറഞ്ഞാൽ അപ്പം തന്നെ റെഡിയാക്കും. ഐതിഹ്യ പെരുമ നിറഞ്ഞ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയായി ലക്ഷ്മണ തീർത്ഥവും രാമലക്ഷ്മണന്മാർ വിശ്രമിച്ച ശംഖുചക്രപ്പാറയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലെ പ്രധാന ഭാഗങ്ങളാണ് രണ്ടും. ക്യാമറാമാൻ PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.